മനുഷ്യത്വം വരവിച്ച മനുഷ്യരുടെ ഇടയിൽ മാനവികതയുടെ മനസ്സുള്ള മനുഷ്യർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യത്വത്തിന്റെ കൂട്ടായ്മയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അത്തരത്തിൽ ഈ സംസ്ഥാന കലോത്സവ വേദിയിൽ ഡിവൈഎഫ്ഐയുടെ വലിയൊരു സഹകരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയുടെ ഒരു ഹെൽപ്പ് ഡെസ്കും അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള സൗജന്യ യാത്രയും ഡിവൈഎഫ്ഐ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് സേവനവും ഉറപ്പാക്കിക്കൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഈ സംസ്ഥാന കലോത്സവ വേദിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തനം തുടരുന്നത്. ഇനി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വാക്കുകളിലേക്ക്. നമ്മൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ദേശിംഗനാടിൻ്റെ സ്നേഹം കേരളത്തിലെമ്പാട് നിന്നും കൊല്ലത്തേക്ക് എത്തുന്ന എല്ലാവർക്കും വിളിച്ചറിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ആംബുലൻസ് സർവീസും അതോടൊപ്പം ഈ പ്രധാന വേദിയിലെത്തുന്ന മറ്റ് വേദികളിലേക്ക് എത്തിപ്പെടേണ്ട ആളുകൾക്ക് അവിടെ സൗജന്യമായി അവരെ എത്തിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹവണ്ടി സൗകര്യങ്ങൾ ഉൾപ്പെടെ അതുപോലെ ഉച്ചസമയത്ത് ദാഹജലം പന്തലും അതുപോലെ തണ്ണിമത്തൻ അതുപോലുള്ള റിഫ്രഷ്മെൻറ്റും ലഘുഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ട് ദേശിംഗനാടിൻ്റെ സ്നേഹം ഡിവൈഎഫ്ഐ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്കും ഒരു ക്യാമ്പും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഒരു 5-6 ചാക്ക് തണ്ണിമത്തനും നമ്മൾ ഓറഞ്ചും അതുപോലെ രാവിലെ ബിസ്ക്കറ്റും പിന്നെ ദാഹജലവും ആപ്പിളൊക്കെ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ഒരു 11 മണിക്കായിരിക്കും പരിപാടികൾ തീരുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞ് തുടർന്ന് പോയാൽ നമ്മൾ രാത്രികാലങ്ങളിൽ ചുക്ക് കാപ്പി ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ പരിപാടി മൊത്തം ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഇതിൻ്റെ മുഴുവൻ ക്ലീനിങ് നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. മാനവികതയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം ഇവിടെ അവസാനിക്കുന്നില്ല. ജീവനുള്ളിടത്തോളം കാലം പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരാൾക്കും വേണ്ടിയല്ല, ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യത്വം നിലനിൽക്കുന്നവർക്ക് വേണ്ടിയാണ്.